പിന്നാലെ നമ്മളെ കൊണ്ടുപോയപ്പോൾ നമുക്കൊരു നിമിഷവും സമയമില്ല, അധ്വാനിക്കാൻ നമുക്ക് നേരമില്ല. അതുകൊണ്ട് ഒരു യോഗം കൂടുമ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പം പ്ലാസ്റ്റിക്കുകളും അതുപോലെ തന്നെ ഡിസ്പോസിബിളുകളുമാണ്. പ്ലാസ്റ്റിക്കുകളും ഡിസ്പോസിബിളുകളും ഉപയോഗിക്കണോ വേണ്ടയോ എന്ന പ്രശ്നത്തിൽ വിധി പറയുക നമ്മുടെ നിലപാടല്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഇന്നിപ്പോൾ നമ്മുടെ രാജ്യത്ത് എന്ത് സംഭവിക്കുന്നു എന്നതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചില നിസ്സാരങ്ങളായ അധ്യാപനങ്ങളുടെ യഥാർത്ഥ ധ്വനി എന്തെന്ന് നിങ്ങൾ ഓർക്കണം. പ്രിയമുള്ളവരെ, അവിടെ നിന്ന് പറഞ്ഞു, ഒരു നിങ്ങൾ പഴം കായ്ക്കുന്ന മരച്ചുവട്ടിൽ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ, വിശേഷിച്ച് കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ, അതുപോലെ കുറഞ്ഞൊലിക്കുന്ന വെള്ളത്തിൽ അവിടെയൊന്നും മലമൂത്ര വിസർജനം ചെയ്യരുതെന്ന്. കുറച്ചുകൂടി ദൂരെ പോകാൻ സമയമില്ലെന്നും ഇവിടെ ചെയ്യലാണ് ഏറ്റവും സൗകര്യമെന്നും കരുതുമ്പോഴാണ് അവിടെ ചെയ്യേണ്ടി വരുന്നതെങ്കിൽ താൽക്കാലികമായ ഉപദ്രവത്തിന്റെ ഈ മാർഗങ്ങളോട് പോലും ഇത്ര കർക്കശത്തോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നിലപാടെടുത്തെങ്കിൽ തലമുറകളുടെ ജീവന്, മണ്ണിനും വായുവിനും അതുപോലെ തന്നെ കാർഷിക മേഖലക്കും ഭൂമിയുടെ ആ സ്വതന്ത്രമായ ആ സ്വത്താത്തിന്റെ പ്രകൃതിപരമായ നിലനിൽപ്പിനും വിഘാതം വരുത്തുന്ന നമ്മളുടെ ഈ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന സംസ്കാരം, തലമുറകൾക്ക് ദീർഘകാലത്തിൽ ആഘാതം വരുത്തുന്ന സംസ്കാരത്തോട് ഇത്തരം ഒരു മതത്തിന് ഒരു നിലപാടുമില്ലെന്ന് വരുമോ? നിങ്ങൾ ഓർക്കണം, ആഗോളവൽക്കരണത്തിന്റെ ഫലമായിട്ട് നമുക്ക് കുറഞ്ഞൊലിക്കാൻ വെള്ളമില്ലാതാവുകയും കെട്ടി നിൽക്കാൻ വെള്ളമില്ലാതാവുകയും പഴം കായ്ക്കുന്ന മരച്ചുവടെന്ന് പറയുന്നത് ഒരു സങ്കല്പമായി മാറുകയും ചെയ്യുമ്പോൾ മതം പരിമിതപ്പെട്ട് വരുന്നുവെന്നും അതുകൊണ്ട് മതത്തിന് പ്രസക്തിയില്ലാതാവുന്നുവെന്നും പുറവിളി കൂട്ടുന്നവരുടെ പുറകെ പോകുവാൻ യഥാർത്ഥ തിരിച്ചറിവുള്ള ഒരു ജനതയ്ക്ക് കഴിയുമോ? പ്രിയമുള്ളവരെ, ഇതൊക്കെയും പറയുന്നത് നമ്മളൊരു യോഗം സംഘടിപ്പിക്കുന്നു, നമുക്കവിടെ വേണമെങ്കിൽ ഗ്ലാസ് ഉപയോഗിക്കാം, മറ്റു പാത്രങ്ങൾ ഉപയോഗിക്കാം, അത് കഴുകണം, എടുക്കണം, വെക്കണം. എല്ലാവരും വേഗത്തിന്റെ സൗകര്യങ്ങളുടെ പിന്നാലെയാണ്, എല്ലാം എളുപ്പം നടക്കുന്നതിന്റെ മാർഗത്തിലാണ്. അതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കാൻ ആർക്കും സമയമില്ല. ആ റിസ്ക് എടുക്കാൻ സന്നദ്ധനല്ലാത്ത തലമുറ ഈ പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിച്ച് അനാവശ്യങ്ങൾ ഒഴിവാക്കാൻ കഴിയുന്ന സാധനങ്ങൾ അതുപോലും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു നിയന്ത്രണവും ഒരു തിരിച്ചറിവുമില്ലാതെ അങ്ങനെ ഉപയോഗിച്ച് വലിച്ചെറിയുന്നു. നിങ്ങളുടെ തൊടിയിൽ നിങ്ങൾക്കൊരു ബോധമുള്ളത് കൊണ്ട് നിങ്ങളുടെ തൊടിയിൽ അതിടില്ല, പകരം വേസ്റ്റ് കൊട്ടയിൽ നിക്ഷേപിക്കും. എന്നിട്ട് നമ്മളത് റോട്ടിൽ കൊണ്ടുപോയിട്ട് കൊട്ടും. മുനിസിപ്പാലിറ്റിയുടെയും പഞ്ചായത്തിന്റെയും കോർപ്പറേഷന്റെയും തൂപ്പുകാർ അവരവരുടെ വണ്ടിയിൽ ഇത് വാരി നടക്കും. എന്നിട്ട് അവരോട് ഡിപ്പാർട്ട്മെന്റ് നേരത്തെ തന്നെ പറഞ്ഞിരിക്കും, അവരെ കൊണ്ടുപോയി കൊട്ടിയാൽ മതിയെന്ന്. അവിടെ ഉണ്ടാകുന്ന ഒരു ജനത താമസിക്കുന്നു. അവർ ട്രേഡ് യൂണിയന്റെ ഭാഗമായിട്ടുള്ളവരല്ല, അവർ സംഘടിത രാഷ്ട്രീയ ശക്തിയല്ല. പക്ഷേ നിങ്ങളെപ്പോലെ ചോരയും നീരുമുള്ള ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമുള്ള ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജനത അവരുടെ വീട്ടുപടിക്കൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഉപേക്ഷിക്കുന്ന ചിലുകളും അതുപോലെ തന്നെ അവശിഷ്ടങ്ങളും നമുക്ക് വേണ്ടാത്ത പ്ലാസ്റ്റിക്കുകളും ഒരു നിയന്ത്രണവും ഒരു ബോധവുമില്ലാതെ നമ്മൾ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന സാധനങ്ങളൊക്കെയും ഈ പാവപ്പെട്ട ജനതയുടെ വീട്ടുപടിക്കൽ കൊണ്ടുപോയി തള്ളുമ്പോൾ ഇങ്ങനത്തെ ഒരു നിലപാടിനെ ന്യായീകരിക്കുവാൻ ആദർശബോധമുള്ള ഒരു ജനതയ്ക്ക് കഴിയുമോ? അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. അതുകൊണ്ടും തീരുന്നില്ല. ഭൂമിയുടെ നിലനിൽപ്പിന് വിഘാതമുണ്ടാക്കുന്ന രീതിയിൽ ഭൂമിയോട് അതിക്രമം ചെയ്തുകൊണ്ടാണ് പരമാവധി ചൂഷണം എന്ന പാശ്ചാത്യന്റെ മന്ത്രം നമ്മെ ഇന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഒരു പരിധിവരെ നമ്മളും അതിന്റെ പിൻപിടിയിലാണെന്ന്, അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ചില്ലറയല്ലെന്ന്, ഭൂമിയിലേക്ക് ഒരിറ്റു വെള്ളവും പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ലെന്നും ഭൂമിക്കടിയിൽ ഒരു തുള്ളി വെള്ളവും നിർത്താൻ ഞങ്ങൾ സമ്മതിക്കില്ലെന്നുമുള്ള നമ്മുടെ ഈ മാത്സര്യമാർന്ന സമീപനമുണ്ടല്ലോ, എവിടെ എത്തിക്കും ഈ ജനതയെ എന്ന് പ്രിയമുള്ളവരെ നിങ്ങൾ